ഫൈവ്കോ അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് എടുക്കുന്ന സബ്ജക്റ്റ് കോപ്പറേഷനാണ്. അതിൽ ഞാൻ കഴിഞ്ഞ ദിവസം നിർത്തിയ ആ ടോപ്പിക്കിൽ നിന്ന് തുടങ്ങുകയാണ്. ടോപ്പിക് ഇതാണ്: PCARDB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. അതാണ് അതിൻ്റെ ഫുൾ ഫോം. പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് വി കോൾഡ് ആസ് PCARDB. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഈ ബാങ്കിങ് സിസ്റ്റത്തിൽ രണ്ട് വാചകം ഇമ്പോർട്ടൻ്റാണ്. ഒന്ന് അഗ്രികൾച്ചറൽ, രണ്ട് റൂറൽ ഡെവലപ്മെൻറ്റ്. നബാർഡിൻ്റെ പോലെ തന്നെയാണ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. കാർഷിക ഗ്രാമവികസന ബാങ്ക് എന്നാണ് അർത്ഥം. നമ്മൾ ഉപയോഗിക്കുന്നത് 2 ടയർ സിസ്റ്റമാണ്. ഇതിന് 2 ടയർ സിസ്റ്റമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്ത് എപെക്സ് എന്ന് പറയുന്നത്, എപെക്സ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്ത് ആകമാനമുള്ള ഹെഡായ ടോപ്പ് ബാങ്കാണ് എപെക്സ്. എപെക്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നും, പ്രൈമറി ലെവലിൽ പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന പേരിലും അറിയപ്പെടും. അപ്പോൾ ഇതാദ്യമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ചാണ് കൂടുതലായിട്ട് പഠിക്കുന്നത്. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കിയത് പഞ്ചാബിലാണ്. 1920 പഞ്ചാബ് എന്ന് പറയുന്ന നമ്മുടെ ഫേമസ് ആയ കാർഷിക സംസ്കാരമുള്ള സംസ്ഥാനത്താണ് ഉണ്ടായത്. 20 സ്ഥലത്തിൻ്റെ പേര് ധാങ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് ഈ കാർഷിക ഗ്രാമവികസന ബാങ്ക് സ്ഥാപിച്ചത് എന്ന് പറയുന്നു. ഇതിൻ്റെ പ്രത്യേകത ഗ്രാസ് റൂട്ട് ലെവലിലാണ് വർക്ക് ചെയ്യുക. ഗ്രാസ് റൂട്ട് ലെവൽ എന്ന് വെച്ചാൽ സാധാരണ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഗ്രാസ് റൂട്ട് ലെവലിലാണ് ഈ ബാങ്കിൻ്റെ പ്രവർത്തനം എന്ന് വേണമെങ്കിൽ പറയാം. ബാങ്കിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ മണി ലെൻഡേഴ്സിൽ നിന്നും കർഷകരെ രക്ഷിക്കുക. മണി ലെൻഡേഴ്സ് പറഞ്ഞാൽ നമുക്കറിയാം, പണം വായ്പയായി കൊടുക്കുന്ന വ്യക്തികൾ. അത് എന്താ പറയുക, നമ്മൾ ബ്ലേഡ് എന്നോ മറ്റു രീതിയിലോ ഒക്കെ അറിയപ്പെടുന്ന പണം കൊടുക്കുന്ന വ്യക്തികളിൽ നിന്നും നമ്മളെ രക്ഷിക്കുക, അതായത് കർഷകരെ രക്ഷിക്കുക എന്നുള്ളതാണ് ഈ ബാങ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റായിട്ട് നമുക്ക് കണക്ക് കൂട്ടേണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണി ലെൻഡേഴ്സ് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ബ്ലേഡ്, അരിവാള്, ഹൂണ്ടി അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നവരാ. ഇപ്പോൾ ഈ മണി ലെൻഡേഴ്സ് എന്ന് പറയുന്ന വ്യക്തികൾ എന്താ? മണി ലെൻഡേഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മണി ലെൻഡേഴ്സ് പണം കർഷകർക്ക് കൊടുക്കുകയും വിള ഇറക്കുകയും വിള ഇറക്കിയതിന് ശേഷം വിളവെടുപ്പാകുമ്പോൾ ഇവർ തന്നെ ഈ വസ്തുക്കളൊക്കെ നാമമാത്രമായ വിലയ്ക്ക് വാങ്ങുകയും ആ ലോണിൻ്റെ, അതായത് ഇവർ കൊടുത്ത എമൗണ്ടിൻ്റെ പണത്തിൻ്റെ ഒരു തട്ടിക്കിഴിക്കൽ കഴിഞ്ഞാൽ പിന്നെ കർഷകർക്ക് വളരെ തുച്ഛമായിട്ട് എമൗണ്ട് ഉണ്ടാകുക. ഇവർ മണി ലെൻഡേഴ്സും അതുമാതിരി ഇടനിലക്കാരും ഒക്കെ ആയിട്ട് വർക്കുന്ന ഒരു സംവിധാനമാണ്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള സംവിധാനം ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ ഇപ്പോൾ കേരള സ്റ്റേറ്റിൽ പ്രസൻറ്റ് 64 പ്രൈമറി PCARDB ഉണ്ട് എന്നാണ് പറയുന്നത്. 64 PCARDB ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവർ കൊടുക്കുന്ന ലോണിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 5 to 15 ഇയേഴ്സ് ആണ്. 5 to 15 ഇയേഴ്സ്. ചില കേസുകളിൽ 20 ഇയേഴ്സ് അവർ കൊടുക്കാറുണ്ട്. 20 ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലാൻഡ് വാങ്ങാൻ, ലാൻഡ് പർച്ചേസ് ചെയ്യാൻ, ലാൻഡ് അതുമാതിരി എന്താ പറയുക നിരത്താൻ, കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാനൊക്കെ അവർ സംവിധാനം കൊടുക്കാറുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇത് പ്രവർത്തിക്കുന്നത് ഒരു താലൂക്കിലാണ്. വൺ താലൂക്കിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞിരുന്നു 64 സർക്കിൾ യൂണിയൻ, 64 താലൂക്കുണ്ട് നമുക്ക്. ഈ സൊസൈറ്റിയുടെ താലൂക്ക്, അതായത് കോപ്പറേറ്റീവ് താലൂക്കുകളുണ്ട്. അതിന് 65 എന്തുണ്ട്? സർക്കിൾ യൂണിയൻ ഉണ്ട്. അതേപോലെ ഒരു താലൂക്കിൽ ഒരു ബാങ്ക് എന്നുള്ള രീതിയിലാണ് ഇവരുടെ പ്രവർത്തനം വരുന്നത്. അപ്പോൾ ഏരിയ ഓഫ് ഓപ്പറേഷൻ PCARDB എന്ന് പറയുന്നത് 1 താലൂക്കാണ്. അത് പ്രത്യേകം മറക്കരുത്. ഇനി ലാബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ആണ്. ഈ ലാബിലിറ്റി ഓഫ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ അവരെടുക്കുന്ന ഷെയറിൻ്റെ വാല്യൂ എന്താണോ ആ ഷെയറിൻ്റെ വാല്യൂ ആണ് അവരുടെ ലാബിലിറ്റി ഓഫ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർ എത്രയാണോ ഷെയർ എടുക്കുന്നത് ആ ഷെയറിൻ്റെ വാല്യൂ ആണ് ലാബിലിറ്റി ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. സബ്സ്ക്രൈബഡ് ബൈ ഈച്ച് പേഴ്സൺ ആണ്. മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ
ഈ ബാങ്ക് പ്രവർത്തിക്കുന്ന, അതായത് ഞാൻ പറഞ്ഞല്ലോ ഓരോ താലൂക്കിലാണ് പ്രവർത്തിക്കുന്നത്, ആ ബാങ്ക് പ്രവർത്തിക്കുന്ന താലൂക്കിൽ താമസിക്കുന്ന, കൃഷി നടത്തുന്ന, കാർഷിക വൃത്തിയുമായി ജീവിക്കുന്ന എല്ലാവർക്കും ഇതിലെന്ത് കിട്ടും? മെമ്പർഷിപ്പ് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റായിട്ട് നമുക്ക് കണക്ക് കൂട്ടാവുന്നത്. അവർക്കാണ് മെമ്പർഷിപ്പ് കിട്ടുക എന്നുള്ളതാണ്. അതിപ്പോൾ ഏജ് 18 വയസ്സായിരിക്കണം. നമുക്കറിയാം സാധാരണ രീതിയിൽ ഇന്ത്യയിൽ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ഏജ് 18 അത് ഇവിടെയും വേണം. അതിനേക്കാൾ ഉപരി എന്ത് വേണം? കപ്പാസിറ്റി ടു എൻ്റർ ഇൻ ടു കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റിൽ പങ്കെടുക്കാനുള്ള കപ്പാസിറ്റി ആ വ്യക്തിക്ക് ഉണ്ടാകണം. എങ്ങനെയാ കപ്പാസിറ്റി ഉണ്ടാകുക? ഒരു കോൺട്രാക്റ്റിൽ പങ്കെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാകുക 18 വയസ്സായിരിക്കണം, സൗണ്ട് മൈൻഡ് ആയിരിക്കണം, അതിനേക്കാൾ ഉപരി എന്തായിരിക്കണം? ഹി വാസ് ഏബിൾ ടു അറ്റൻഡ് ഓർ എൻ്റർ ഇൻ ടു കോൺട്രാക്റ്റ് എനി കോൺട്രാക്റ്റ് അണ്ടർ ബൈ ലോ. നിയമപ്രകാരം, അതായത് ഏതെങ്കിലും കാരണവശാൽ കോടതി ഡിസ്ക്വാളിഫിക്കേഷനോ മറ്റു കാര്യങ്ങൾ വെച്ചവർക്കൊന്നും കോൺട്രാക്റ്റിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് റൂള് 16 ഓഫ് KCS ആക്ട് പറയുന്നു. റൂള് 16 KCS, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പറയുന്നു. എങ്ങനെയുള്ളവർക്കൊക്കെ മെമ്പർ ആകാം എന്നുള്ളതാണ്. ഇത് കൂടാതെ സർക്കാരിന് മെമ്പർഷിപ്പ് കിട്ടും. ഇങ്ങനെയുള്ള കാർഷിക ഗ്രാമവികസന കാര്യങ്ങളിലൊക്കെ സർക്കാരിനും കൂടി മെമ്പർഷിപ്പ് കിട്ടും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വാചകമാണ്. ഇവരുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 10 lakh to 1 crore ആയിരിക്കും. ഇങ്ങനെയുള്ള ബാങ്കിൻ്റെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10 lakh to 1 crore ആണ്. അതായത് 10 ലക്ഷം മുതൽ 1 കോടി വരെ ആയിരിക്കാം. ഇതിൻ്റെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ആദ്യം വരുന്നത് എ ക്ലാസ് മെമ്പർഷിപ്പാണ്. ആദ്യം വരുന്നത് എ ക്ലാസ് മെമ്പർഷിപ്പ്. എ ക്ലാസ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് ഓർഡിനറി മെമ്പേഴ്സിനാണ്. എ ക്ലാസ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് ഓർഡിനറി മെമ്പേഴ്സിനാണ്. അപ്പോൾ എ ക്ലാസ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്, എ ക്ലാസ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഓർഡിനറി മെമ്പേഴ്സിനാണ്. എ ക്ലാസ് ഓർഡിനറി മെമ്പേഴ്സിനാണ് എ ക്ലാസ് കൊടുക്കുക. ബി ക്ലാസ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനും ലോക്കൽ ബോഡീസിനും. സി ക്ലാസ് എന്ന് പറയുന്നത് നോമിനൽ മെമ്പേഴ്സ്. ഡി ക്ലാസ് എന്ന് പറയുന്നത് നോട്ട് റീഫണ്ടബിൾ ആൻഡ് റിട്ടേൺസ് ഫോറബിൾ. നമ്മൾ പറയുന്ന വാചകം എന്താ? ഈ ബാങ്കിൻ്റെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് എ ക്ലാസ് മെമ്പർഷിപ്പാണ്. എ ക്ലാസ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് ഓർഡിനറി മെമ്പേഴ്സിനാണ്. ബി ക്ലാസ് ഗവൺമെൻറ്റിന് ലോക്കൽ ബോഡീസിന്. ലോക്കൽ ബോഡി എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ നമ്മൾ പറയുന്ന പേരാണ് ലോക്കൽ ബോഡി. സി ക്ലാസ് എന്ന് പറഞ്ഞാൽ നോമിനൽ മെമ്പേഴ്സിന് കൊടുക്കുന്നതാണ്. ഡി ക്ലാസ് എന്ന് പറഞ്ഞാൽ നോട്ട് റീഫണ്ടബിൾ, തിരിച്ചു കൊടുക്കാത്ത മെമ്പർഷിപ്പിനെ പറയുന്നതാണ് ഡി ക്ലാസ്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ PCARDBയിൽ കൊടുക്കുന്ന മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. മെമ്പർഷിപ്പ് ഓർത്ത് വയ്ക്കുക, എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ്, ഡി ക്ലാസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫൈനൽ അതോറിറ്റി, എല്ലാ കാര്യങ്ങളുടെയും ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. അത് ഏത് കോപ്പറേറ്റീവ് സംവിധാനത്തിൻ്റെയും ഫൈനൽ അതോറിറ്റി, സുപ്രീം അതോറിറ്റി, ലാസ്റ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. ജനറൽ ബോഡിക്കാണ് പരമാധികാരം എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. നേരെ മറിച്ച് മാനേജിങ് കമ്മിറ്റിയാണ് ബാങ്കിൻ്റെ ഡേ ടു ഡേ അഫയേഴ്സ് നടത്തുക. ബാങ്കിൻ്റെ ഡേ ടു ഡേ അഫയേഴ്സ് നടത്തുന്നത് മാനേജിങ് കമ്മിറ്റി ആയിരിക്കും. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. മാനേജിങ് കമ്മിറ്റിക്കാണ് ഡേ ടു ഡേ അഫയേഴ്സ് നടത്താനുള്ള പരിപൂർണമായ അധികാരമുള്ളത് എന്ന് നമുക്ക് പറയാം. ഈ മാനേജിങ് കമ്മിറ്റിയിൽ നിന്നും എന്തിനെ തിരഞ്ഞെടുക്കും? നമ്മൾ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കും, വൈസ് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കും. അതാണ് പ്രത്യേകത. അതായത് ഇതിൻ്റെ ഹെഡ് എന്ന രീതിയിൽ മാനേജിങ് കമ്മിറ്റിയിൽ നിന്നും പ്രസിഡൻറ്റിനെയും വൈസ് പ്രസിഡൻറ്റിനെയും തിരഞ്ഞെടുക്കും. പിന്നെ അതേപോലെ വുമൺ മാനേജിങ് കമ്മിറ്റിയിൽ വുമൺ റെപ്രസെൻറ്റേഷൻ നിർബന്ധമാണ്. SC ST റെപ്രസെൻറ്റേഷൻ നിർബന്ധമാണ്. പട്ടികജാതി പട്ടികവർഗങ്ങളും അതേപോലെ സ്ത്രീ പ്രാതിനിധ്യവും നിർബന്ധമാണെന്ന് ഗവൺമെൻറ് ഓഫ് കേരളയുടെ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ പറയേണ്ടത് ഈ ജനറൽ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഒരു പ്രാവശ്യമെങ്കിലും കൂടണം. എവരി ഇയർ അറ്റ്ലീസ്റ്റ് വൺ മീറ്റിംഗ്. അതായത് ജനറൽ ബോഡി അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എൻ ഇയർ. അതായത് ഏറ്റവും കുറഞ്ഞത് എല്ലാ വർഷത്തിലും ഓരോ പ്രാവശ്യമെങ്കിലും ജനറൽ ബോഡി യോഗം കൂടാറുണ്ട്. പിന്നെ പറയുന്നത് ബോർഡ് ഓഫ്
മെമ്പർ ഷാൽ ഹോൾഡ് നോട്ട് എക്സീഡിങ് 5 years. നമുക്ക് പറയുന്നത് എന്താ, ഈ മാനേജിങ് കമ്മിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇവരുടെ കാലാവധി എന്ന് പറഞ്ഞ സാധാരണ ഇതിൽ 5 year ആണ്. ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ 5 year ആണ് കാലാവധി എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 5 to 15 മെമ്പേഴ്സ് ഉണ്ടാകാം എന്ന് പറയുന്നു. സെക്രട്ടറി ആണ് CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് സെക്രട്ടറിയാണ്. പണ്ടൊക്കെ ഹോണററി സെക്രട്ടറി ആണ്, ഇപ്പോൾ എല്ലാ ബാങ്കുകൾക്കും നമുക്കറിയാം ഹോണററി സെക്രട്ടറി അല്ല, പകരം വരുന്നത് പെയ്ഡ് സെക്രട്ടറിയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, പരമാധികാരം ജനറൽ ബോഡിക്ക്, അതായത് ഫൈനൽ അതോറിറ്റി അല്ലെങ്കിൽ സുപ്രീം അതോറിറ്റി, എല്ലാ അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. ജനറൽ ബോഡിയിൽ നിന്നും ഡേ ടു ഡേ കാര്യങ്ങൾക്ക് വേണ്ടി ഇലക്ഷനിലൂടെ മാനേജിംഗ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കും. മാനേജിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് 5 മുതൽ 15 മെമ്പർമാർ കൂടി ചേർന്ന കമ്മിറ്റി ആയിരിക്കും. അവരെ കാലാവധി 5 years ആണ്. അവരെ പറയുന്നത് നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നാണ്. അതിനേക്കാൾ ഉപരി അതിൽ വുമൺ റെപ്രസെൻറ്റേഷൻ ഉണ്ടാകണം, SC/ST റെപ്രസെൻറ്റേഷൻ ഉണ്ടാകണം. സെക്രട്ടറിയാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഈ മാനേജിംഗ് കമ്മിറ്റിയിൽ നിന്നും നമ്മൾ പ്രസിഡന്റിനെയും അതേപോലെ വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഇനി ഇവർക്ക് ആവശ്യമുള്ള ഫണ്ട് എവിടെ നിന്ന് നമുക്ക് കിട്ടും? ഈ ബാങ്കിന് PCARDBക്ക് വർക്ക് ചെയ്യാനുള്ള ഫണ്ട് എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അവരുടെ ഫണ്ട് എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ട് എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റലാണ്. മെമ്പർഷിപ്പ് വഴി സ്വരൂപിക്കുന്ന ഷെയർ ക്യാപിറ്റലാണ് ഏറ്റവും നല്ല ഫണ്ട് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് എൻട്രൻസ് ഫീസ് ആൻഡ് അതർ ഫീസ്. ഇവരുമായി ബന്ധപ്പെട്ട് വരുന്ന എൻട്രൻസ് ഫീസ് ആൻഡ് അതർ ഫീസ് ഇതിൻ്റെ ഭാഗമായിട്ട് വരും. അതേപോലെ റിസർവ് ഫണ്ട് ആൻഡ് അതർ റിസോഴ്സസ്, അതായത് ബാങ്കിൽ നിന്ന് എല്ലാ വർഷവും പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ ആ പ്രോഫിറ്റിൻ്റെ ഇത്ര % റിസർവ് ഫണ്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ റിസർവ് ഫണ്ട് അതർ റിസോഴ്സസ് ഉണ്ടാകും. പിന്നെ പറയുന്നത് ലോൺ ആൻഡ് അഡ്വാൻസസ് ബൈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് കൊടുക്കുന്ന ലോൺസും അഡ്വാൻസസും ഉണ്ടാകും. അതേപോലെ ലോൺസ്, ഗ്രാൻസ്, സബ്സിഡി പ്രൊവൈഡഡ് ബൈ നബാർഡ് ആൻഡ് ഗവൺമെൻറ് കൊടുക്കുന്ന അല്ലെങ്കിൽ നബാർഡ് കൊടുക്കുന്ന ലോൺ, ഗ്രാൻഡ്, സബ്സിഡി ഇത് ഉണ്ടാകാറുണ്ട്. അതേപോലെ ഡെപ്പോസിറ്റ് ഫ്രം മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ്. അപ്പോൾ ഒന്നുകൂടി പറയാം, ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ഈച്ച് ഷെയർ ഹോൾഡർ, എൻട്രൻസ് ഫീസ്, then other fees, reserve fund and other resources, loans and advances from state cooperative agricultural rural development bank, loan and grant subsidy by government, NABARD and other government agencies, and deposit and borrowings from members and non members എന്നുള്ളതാണ്. ഇനി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഇവിടെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്രൊട്ടക്റ്റ് ദ എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സിൻ്റെ എക്കണോമിക് ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാവുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ലോണുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക, കാർഷിക ഗ്രാമീണ വികസനത്തിന് കൂടുതൽ ഊന്നൽ നൽകുക, മെമ്പർമാർക്ക് ആവശ്യമായ ഫണ്ട് കൊടുക്കലൊക്കെ അവരുടെ ലക്ഷ്യങ്ങളിൽ പെടും എന്നുള്ളതാണ്. അവിടെ പ്രവർത്തിക്കുന്നത് എന്താ, അഗ്രികൾച്ചറൽ ആൻഡ് അലൈഡ് ഡെവലപ്മെൻറ്റ്. അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ്, കാർഷിക മേഖലയും ആ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന അനുബന്ധമായ വ്യവസായങ്ങളെയും വികസിപ്പിക്കുക എന്നുള്ളത് ഈ ബാങ്കിൻ്റെ ലക്ഷ്യമാണ്. അതേകൂടെ മൂവബിൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് അംഗങ്ങൾക്ക് ലോൺ കൊടുക്കൽ ബാങ്കിൻ്റെ ലക്ഷ്യമാണ്. അതിനേക്കാൾ ഉപരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റുകൾ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആവശ്യമായ സബ്സിഡി കൊടുക്കേണ്ടത്, സപ്പോർട്ട് കൊടുക്കേണ്ടത്, അത് നടപ്പാക്കാൻ സഹായിക്കേണ്ടത് ഒക്കെ ഈ ബാങ്കിൻ്റെ പ്രവർത്തനത്തിൽ പെടുമെന്നുള്ളതാണ്. ഇനി ഇവർ ഏതൊക്കെ പർപ്പസിന് വേണ്ടിയാണ് ലോണുകൾ നൽകുക? ഇംപ്രൂവ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ്, കാർഷിക മേഖലയ്ക്കാണ് ഇവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുക. ഇംപ്രൂവ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്. മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ, അതായത് നമുക്ക് കൾട്ടിവേഷൻ നടത്താൻ വേണ്ടിയുള്ള ഡിഫറെൻറ്റ് മെത്തേഡുകൾ, മെഷീനറി മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഡിസ്ചാർജ് ഓഫ് പ്രയോർ ഡെറ്റ് ഇൻ ലാൻഡിന് മേലുള്ള കടം, വലിയ കടങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ അതിനുശേഷം ബാങ്കിലേക്ക് നമ്മൾ കുറേശ്ശെ അടച്ച് വീട്ടിയാൽ മതി. മെക്കനൈസേഷൻ ഓഫ് അഗ്രികൾച്ചറൽ, കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണത്തിന് പ്രാധാന്യം നൽകാനുള്ള ലോണുകൾ. മോർട്ട്ഗേജ് ഓൺ ലാൻഡ്, ഇറിഗേഷൻ, ഫ്രൂട്ട് ഗാർഡൻ ആൻഡ് ഓർക്കിഡ്. ഫ്രൂട്ട് ഗാർഡൻ ആൻഡ് ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ പുതിയ ഒരു വ്യവസായം പോലെ വലുതായി വരുന്ന ഒരു സംവിധാനമാണ്, അതിനുള്ള സപ്പോർട്ട് നൽകും.
പ്ലാന്റേഷൻ ആവശ്യമായി സപ്പോർട്ട് നൽകും. ആൻഡ് കൺവേർഷൻ ഓഫ് ഡ്രൈ ലാൻഡ്, നമ്മൾ പറയുന്നത് എന്താ, ഡ്രൈ ലാൻഡ് വെറുതെ കിടക്കുന്ന മരുഭൂമികളെ കൃഷിഭൂമികളാക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. ഇനി ഇവർ കൊടുക്കുന്ന ലോണുകൾ എന്തൊക്കെയാണ്? PCARDB നൽകുന്ന ലോണുകൾ എന്തൊക്കെയാണ്? ഒന്ന് ഓർഡിനറി ലോൺ, സാധാരണ ബാങ്കുകൾ കൊടുക്കുന്ന പോലെയുള്ള ലോണുകളൊക്കെ ഇവർ കൊടുക്കും, അതാണ് ഓർഡിനറി ലോൺ. പിന്നെ സ്കീം ലോണുകൾ, പല സ്കീമുകൾക്കും വേണ്ടിയുള്ള സ്പെഷ്യൽ ലോണുകൾ കൊടുക്കും. അതേപോലെ കോമ്പോസിറ്റ് സെക്ടർ ലോൺ. കോമ്പോസിറ്റ് സെക്ടർ എന്ന് വെച്ചാൽ ഭൂമി വാങ്ങാനും കൃഷി ചെയ്യാനും ഭൂമിക്ക് വേണ്ടി കൃഷി ഇടം ഒരുക്കാനും ഒക്കെ സഹായിക്കും. ഹൗസിംഗ് ലോണുകൾ നൽകും. സ്മോൾ റോഡ് ട്രാൻസ്പോർട്ട് ഓപ്പറേഷന് വേണ്ടി സഹായിക്കും. പിന്നെ പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് ലോൺ സ്കീം. ഇൻ്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ കൂടി ചേർന്ന് ആ പ്രോജക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന ലോണുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻ്റഗ്രേറ്റഡ് ലോൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫാക്ടേഴ്സ് ഇൻ കണക്ഷൻ വിത്ത് ലോങ് ടേം ലോൺ. ലോങ് ടേം ലോണുമായി ബന്ധപ്പെട്ട് വരുന്ന ഫാക്ടേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ഇൻക്രിമെൻ്റൽ ഇൻകം. ഇൻക്രിമെൻ്റൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇൻകം ഡിറൈവഡ് ബൈ ദി ഫാർമേഴ്സ് ഫ്രം അഗ്രികൾച്ചറൽ ആഫ്റ്റർ ആൻഡ് ബിഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ലാൻഡ്. ഈ കൃഷിക്ക് വേണ്ടി ഭൂമി ഉപയോഗപ്പെടുത്തുകയും ഭൂമി അതിനു വേണ്ടി ഒരുക്കുകയും കൃഷി ചെയ്യുകയും അതിൽ നിന്ന് കർഷകർക്ക് വരുമാനം ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻക്രിമെൻ്റൽ ഇൻകം എന്ന്. അതേപോലെ പലപ്പോഴും കാർഷിക വികസനവുമായി ബന്ധപ്പെട്ടുള്ള സപ്പോർട്ടുകളൊക്കെ ഇവർ കൊടുക്കാറുണ്ട്. ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കാറുണ്ട്. അതേപോലെ എന്താ പറയുക, ഡിസ്ചാർജ് വൗച്ചർ ഫയൽസ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. നിങ്ങൾക്കറിയാലോ ടെക്നിക്കൽ സപ്പോർട്ട് എന്ന് വെച്ചാൽ ടൈറ്റിൽ ഡീഡ്, ടാക്സ് റെസീറ്റ്, പൊസഷൻ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ടെക്നിക്കൽ സപ്പോർട്ട് നൽകുന്നു. പിന്നെ വൗച്ചർ ഫയലുകൾ, അതായത് ഫയൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ ഗഹാൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 1984 കേരള കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് ഗഹാൻ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാ സൊസൈറ്റികൾക്കും ഇപ്പോൾ അപ്ലിക്കബിൾ ആണ് അണ്ടർ സെഷൻ 2C പ്രകാരം. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം ഗഹാൻ വഴിയാണെങ്കിൽ നമുക്ക് ലോൺ എടുക്കാൻ പണയപ്പെടുത്താനൊക്കെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഗഹാൻ്റെ ഇയർ 1984 ആണ്, മറക്കരുത്. പിന്നെ മരിസിംഗി ഫണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. ഇനി വരുന്നത് KSCARDB. ഇത്രയാണ് PCയിലെ വരുന്നത്. ഇനി KS. KSCARDB, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഇതാണ് ഫുള്ള് പേര്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഇതാണ് എപെക്സ് ബോഡി. PCD ഇതിൻ്റെ എപെക്സ് ബോഡി എന്ന് പറയുന്നത് ഇതാണ്. കേരള സ്റ്റേറ്റ് മുഴുവൻ വർക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് എന്നുള്ളതാണ്. ഇവരാണ് സാധാരണ രീതിയിൽ ഡിബഞ്ചേഴ്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് എന്ന് പറയുന്നു. ഇത് ഓർഗനൈസ് എന്ന് വെച്ചാൽ രൂപീകരിച്ചത്, ഓർഗനൈസ്ഡ് 4/10/1956. 4/10/1956 നമ്മൾ ഈ ബാങ്ക് ഓർഗനൈസ് ചെയ്തത്. ഫങ്ഷണിങ് ആരംഭിച്ചത്, അതായത് ബിസിനസ് ഫങ്ഷണിങ് ആരംഭിച്ചത് 1/11/1956. അപ്പോൾ വലിയ വ്യത്യാസമില്ല, ഏകദേശം ഒരു 10-26 ദിവസത്തിൻ്റെ വ്യത്യാസത്തിനിടയ്ക്കാണ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് എന്ന് പറയുന്നു. ഇതിൻ്റെ ആദ്യ രൂപം എന്ന് പറയുന്നത് ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് സ്റ്റാർട്ടഡ് 1931. ഇതിൻ്റെ ആദ്യ രൂപം 1931 ആരംഭിച്ച ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് ആണ് ഇതിൻ്റെ ആദ്യ ഭാഗം. അതായത് അതിൻ്റെ സക്സസറാണ് ഈ പറയുന്നത് എന്ന് പറയാം. ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് ആണ് ഇതിൻ്റെ ആദ്യ ഭാഗം, ദാറ്റ് ഈസ് സക്സസർ എന്ന് വേണമെങ്കിൽ പറയാം, ആദ്യ രൂപം. പിന്നീട് കൊച്ചിയിലുള്ള മലബാറിലുള്ള ലാൻഡ് മോർട്ട്ഗേജ് ബാങ്കുകളൊക്കെ സംയുക്തമായി ആരംഭിച്ച് 1984 1984 ഗവൺമെൻറ് എന്ത് വന്നത്, ന്യൂ ആക്ട് കൊണ്ടുവന്നത്, പുതിയ നിയമം കൊണ്ടുവന്നത്. ആ നിയമം അനുസരിച്ച് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചത് 1984 പുതിയ ആക്ട് പ്രകാരമാണ്. പുതിയ ആക്ട് ഇത് വർക്ക് ചെയ്ത് തുടങ്ങിയത് 2 ഓഗസ്റ്റ് 1984.
അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താ, ഇതിന് ഈ നിയമത്തിന് മേജറായ ഭേദഗതി അമെൻഡ് കൊണ്ടുവന്നതും ആ ബാങ്കിങ് സംവിധാനമുള്ള ബാങ്കുകളൊക്കെ മെർജ് ചെയ്ത് ഇത്രയും വലിയൊരു സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നത് 2 ഓഗസ്റ്റ് 1984 പുതിയ ആക്ട് പ്രകാരമാണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. Subsequently, the name of Apex Primary Bank were changed into Agricultural Development Bank. അതുവരെ നമ്മൾ പ്രൈമറി ബാങ്കുകൾ എന്ന് പറഞ്ഞ പേരുകളൊക്കെ എന്താക്കി മാറ്റി, അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആക്കി മാറ്റാനായിട്ട് മാറി എന്നുള്ളതാണ്. 1990 വന്ന മേജർ അമെൻഡ്മെൻറ്റ്, അതായത് ഏറ്റവും വലിയ ഭേദഗതി നടത്തിയത് 1990 ആ 90 വന്ന മേജർ ഇതനുസരിച്ചാണ് ബാങ്കിൻ്റെ പേര് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ബാങ്കാക്കി മാറ്റിയത്. ഏർലിയർ ഈ ബാങ്കിനെ നമ്മൾ വിളിച്ചത് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നാണ്. അതായത് നമ്മൾ ഭൂപണയ ബാങ്ക് എന്ന പേരിൽ അറിയപ്പെട്ടത് പിന്നീട് മാറ്റം വരുത്തി. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് TVM തിരുവനന്തപുരമാണ്. ഒരു കാരണവശാലും മറക്കരുത്, തിരുവനന്തപുരമാണ്. ഏരിയ ഓഫ് ഓപ്പറേഷൻ, ബാങ്കിന് പ്രവർത്തിക്കാനുള്ള ഏരിയ എന്ന് പറയുന്നത് ഹോൾ കേരള സ്റ്റേറ്റ് ആണ്. കേരള സംസ്ഥാനത്ത് മുഴുവൻ ബാങ്കിന് പ്രവർത്തിക്കാനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ടു ഷെയർസ് ആണ്. ഓരോരുത്തരും എടുക്കുന്ന ഷെയർ എന്താണോ ആ ഷെയറിൻ്റെ വാല്യൂ ആണ് ബാങ്കിൻ്റെ ബാധ്യത എന്ന് പറയപ്പെടുന്നത്. 2 തരം മെമ്പർഷിപ്പാണ് ഇവർ കൊടുക്കാറ്. സാധാരണ രീതിയിൽ 2 തരം മെമ്പർഷിപ്പാണ് ഇവർ കൊടുക്കാറ്. സാധാരണ രീതിയിൽ 2 തരം മെമ്പർഷിപ്പാണ് ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കാറ്. ഒന്നാമത്തെ മെമ്പർഷിപ്പ് വരുന്നത് PCARDBക്കാണ്, പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിന്. രണ്ടാമത് മെമ്പർഷിപ്പ് വരുന്നത് ഗവൺമെൻറ് ആൻഡ് ലോക്കൽ ബോഡീസ്. അപ്പോൾ ഒന്നാമത്തെ മെമ്പർഷിപ്പ് കിട്ടുന്നത് PCARDBക്കാണ്. ആ എല്ലാ PCARDBക്കും ഈ മെമ്പർഷിപ്പ് കിട്ടും. പിന്നെ ഗവൺമെൻറ്റിന് ആൻഡ് ലോക്കൽ ബോഡി, ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ അടങ്ങിയവർക്ക് മെമ്പർഷിപ്പ് കിട്ടും എന്നുള്ളതാണ്. ഇതിൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇവർ ഫണ്ട് സ്വരൂപിക്കുന്നത്? ഒന്ന് ഷെയർ ക്യാപിറ്റൽ, അംഗങ്ങൾ എടുക്കുന്ന ഷെയറിൻ്റെ ബേസിസിലുള്ള ഷെയർ ക്യാപിറ്റൽ. അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 2 കൂട്ടരാണ്. ഇവരെടുക്കുന്ന ഷെയർ ക്യാപിറ്റലാണ് ഒന്നാമത്തെ എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് എൻട്രൻസ് ഫീസ് ആൻഡ് അതർ ഫീസാണ്. മൂന്നാമത് വരുന്നത് ഡിബഞ്ചർ ആൻഡ് ബോണ്ടാണ്. നാലാമത് വരുന്നത് ലോൺ ഫ്രം നബാർഡിൽ നിന്ന് കിട്ടുന്ന ലോൺ, SBI സ്റ്റേറ്റ് ഗവൺമെൻറ്. ലോൺ ഫ്രം നബാർഡ് എന്ന് പറഞ്ഞാൽ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് നബാർഡ്. അവിടെ നിന്ന് കിട്ടുന്ന ലോണാകാം, SBI നിന്ന് കിട്ടുന്ന ലോണാകാം, സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന ലോണാകാം. പിന്നെ പറയുന്നത് ഡെപ്പോസിറ്റ് ഫ്രം മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ്. ഇവർ കൊടുക്കുന്ന ഫണ്ടുകളാണ്. ഇവരുടെ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ ബൈ PCARDB ആൻഡ് ഗവൺമെൻറ്, then entrance fees and other fees, then next is reserve fund and other fund, debenture and bond, loan from NABARD and SBI and state government, deposit and borrowings from members. ഇതിൻ്റെ സുപ്രീം അതോറിറ്റി, അതായത് ഏറ്റവും വലിയ അതോറിറ്റി എന്ന് പറയുന്നത്, സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാചകം സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ് സുപ്രീം അതോറിറ്റി. അതായത് ഏറ്റവും വലിയ അതോറിറ്റി, സുപ്രീം അതോറിറ്റി എന്നോ ഹൈ അതോറിറ്റി എന്നോ ഒക്കെ വിളിക്കുന്നത് ജനറൽ ബോഡിയെ ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് കണക്ക് കൂട്ടേണ്ടത്. അതെങ്ങനെയാ? 1 ഡെലിഗേറ്റ് ഫ്രം അഫിലിയേറ്റഡ് PCARDB, അതായത് പ്രൈമറി അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകളിൽ നിന്നും വരുന്ന പ്രതിനിധികൾ, അവർ ഡെലിഗേറ്റ് ചെയ്യുന്നവർ. പിന്നെ ഗവൺമെൻറ് നോമിനികൾ, എക്സ് ഒഫീഷ്യോ മെമ്പർമാർ,
പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇത്ര ആൾക്കാർ കൂടിയതായിരുന്നു ജനറൽ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ ബോഡി എന്ന് പറഞ്ഞാൽ ഡെലിഗേറ്റ് ഫ്രം ഈച്ച് PECRDB, ദെൻ പിന്നെ പറയാവുന്നത് ഗവൺമെൻറ് നോമിനി, എക്സ് ഓഫീഷ്യോ മെമ്പേഴ്സ് ആൻഡ് ഓൾസോ ഡയറക്ടേഴ്സ് ഓഫ് ദി ബോർഡ്. ഇത്രയാണ് ഇതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി MC ആണ്. MC മാനേജിംഗ് കമ്മിറ്റി ഓർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. മാനേജിംഗ് കമ്മിറ്റി ഓർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഷാൽ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ജനറൽ ബോഡി. ജനറൽ ബോഡിയിൽ നിന്നും തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ് ഈ പറയുന്ന മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതെങ്ങനെയാ? എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും വരുന്ന PCRDB, അതായത് 1 റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി PCARDBs ഫ്രം ഈച്ച് റവന്യൂ ഡിസ്ട്രിക്ട് ബൈ ആൻഡ് ഫ്രം എനി ഡെലിഗേറ്റ് ഓഫ് ഷെയർ ഹോൾഡിംഗ് പ്രൈമറി ബാങ്ക്. അപ്പോൾ നമുക്കറിയാം കേരളത്തിൽ 14 റവന്യൂ ഡിസ്ട്രിക്റ്റ് ഉണ്ട്. ഈ റവന്യൂ ഡിസ്ട്രിക്റ്റിൽ നിന്നും പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ സൊസൈറ്റികൾ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ ഉണ്ടാകണം എന്നുള്ളതാണ്. അതേപോലെ ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ, കാർഷിക വകുപ്പ് ഡയറക്ടർ ഇതിൽ എക്സ് ഓഫീഷ്യോ അംഗമായിരിക്കും. ദ ഗവൺമെൻറ് സെക്രട്ടറി ഓഫ് കോർപ്പറേഷൻ എക്സ് ഓഫീഷ്യോ മെമ്പർ ആയിരിക്കും. ഈ ഗവൺമെൻറ് സെക്രട്ടറി ഓഫ് കോർപ്പറേഷൻ നമ്മൾ പറയുന്ന പേരാണ് രജിസ്ട്രാർ എന്ന് പറയുന്നത്. അദ്ദേഹം ഇതിൽ എക്സ് ഓഫീഷ്യോ മെമ്പർ ആയിരിക്കും. പിന്നെ പറയാവുന്നത് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സ് എക്സ് ഓഫീഷ്യോ മെമ്പർ ആയിരിക്കും. MD അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ്, ഈ ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടറെ നിയമിക്കാനുള്ള അധികാരം ഗവൺമെൻറ്റാണ്, അയാൾ എക്സ് ഓഫീഷ്യോ മെമ്പർ ആയിരിക്കും. 1 നോമിനി ഫ്രം നബാർഡ്, നബാർഡിൽ നിന്നും നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ഒരു അംഗം ഇതിലുണ്ടായിരിക്കും. ഗവൺമെൻറ് നോമിനി ആസ് പെർ സെഷൻ 28A ആൻഡ് 31 ഓഫ് KCS ആക്ട് ഓഫ് 1969. 1969 KCS ആക്ട് എന്താണോ ആ ആക്ട് പ്രകാരം ഗവൺമെൻറ്റിന് നോമിനിയെ നിയമിക്കാം, സെഷൻ 28A ആൻഡ് സെഷൻ 31 പ്രകാരം. പിന്നെ ബോർഡ് ഓഫ് ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ മെമ്പർമാരായിട്ട് വരിക എന്നുള്ളതാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുക. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുക. ഇത് കൂടാതെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടാകും. ഇമ്മീഡിയറ്റ് ആയിട്ട് കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി ഇമ്മീഡിയറ്റ് കമ്മിറ്റി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടാകും. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്, MD ഇവരാണ് ഉണ്ടാകുക. അങ്ങനെ 9 പേരെയാണ് ഡയറക്ടേഴ്സ് അടക്കം 9 പേരാണ് ഉണ്ടാകുക. അപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വിഷയങ്ങൾ ഉണ്ടായാൽ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടാകും. അതിൽ പ്രസിഡന്റ് ഉണ്ടാകും, വൈസ് പ്രസിഡന്റ് ഉണ്ടാകും, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ടാകും, MD CEO എന്ന രീതിയിൽ ഉണ്ടാകും. പിന്നെ അതുകൂടാതെ ഡയറക്ടേഴ്സും കൂടി. അങ്ങനെ ഏകദേശം 9 പേരാണ് ഇമ്മീഡിയറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടാവുക. പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങളുണ്ടായി തീരുമാനമെടുക്കേണ്ടത് ആ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമായിരിക്കും. ഇവർ കൊടുക്കുന്ന ഇവരുടെ ഫങ്ഷൻസ് അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേം ലോൺ പ്രൊവൈഡ് ചെയ്യുക. പ്രൊവൈഡിങ് ലോങ് ടേം ലോൺ ഫോർ ദി പർപ്പസ് ഓഫ് ഇറിഗേഷൻ, ട്രാക്ടർ, ക്രഷിംഗ് മെഷീൻ, അഗ്രികൾച്ചറൽ എക്യുപ്മെൻറ്റ്. അതായത് കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഇറിഗേഷന്, അതേപോലെ ട്രാക്ടർ വാങ്ങാൻ, മെഷീനറി ഫെസിലിറ്റീസ് കൊണ്ടുവരാൻ, എക്യുപ്മെൻറ്റ് കൊണ്ടുവരാൻ, സീഡ്, അങ്ങനെയുള്ള വലിയ വലിയ പ്രൊജക്റ്റുകൾക്ക് ഫണ്ട് നൽകൽ ഈ പറയുന്ന KSCARDBയുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. അതേപോലെ ഫിഷ് കൾച്ചർ, വാനില കൾട്ടിവേഷൻ, സെറി കൾച്ചർ, അതേപോലെ പ്രോസസ്സിങ്, ഈ ഫിഷ്, സെറി കൾച്ചർ, വാനില അതുമായി അനുബന്ധമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് സഹായിക്കുന്നതിന് വേണ്ടിയും ഇവർ ലോങ് ടൈം ലോണുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് ലോങ് ടേം ലോണുകൾ ഈ പറയുന്ന KSCARDB കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാറ്റിൽ ഫീൽഡിനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിയുടെ ഭൂമി വാങ്ങാൻ, അതേപോലെ കന്നുകാലികളെ വാങ്ങാൻ, അവ വഴി വരുമാനം ഉണ്ടാക്കാനൊക്കെ ഇവർ സഹായിക്കും. ഇൻഡസ്ട്രിയൽ യൂണിറ്റ്, പ്രത്യേകിച്ച് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ആരംഭിക്കാനൊക്കെ ഇവർ സഹായിക്കും എന്നുള്ളതാണ്. അതേപോലെ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും നോൺ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഇവർ ഡെപ്പോസിറ്റ് വാങ്ങും. ഗോൾഡ് ഓർണമെൻറ്റ്സ് വെച്ച് ഗോൾഡ് ലോണുകൾ കൊടുക്കും. അതേപോലെ എഡ്യൂക്കേഷൻ ലോൺ അല്ലെങ്കിൽ ലോൺ ഫോർ ഫോറിൻ എംപ്ലോയ്മെൻറ്റ്, അതായത് വിദേശത്തേക്ക് പോകാനായിട്ട് താല്പര്യമുള്ളവർക്ക് ലോൺ കൊടുക്കാറുണ്ട്, എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കാറുണ്ട്. അതിനേക്കാളുപരി കൺസ്ട്രക്ഷൻ ഓഫ് ന്യൂ ഹൗസ്, റിസർവേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഹൗസ്, ബൈയിങ് ഓഫ് ഫ്ലാറ്റ്,
അതായത് പുതിയ വീടുകൾ നിർമ്മിക്കാൻ, നിലവിലുള്ള എന്താ പറയുക, ഇത് റിനോവേറ്റ് ചെയ്യാൻ, അതിനേക്കാൾ ഉപരി നമുക്ക് പറയാവുന്നത് എന്താ, എക്സിസ്റ്റിംഗ് ഹൗസുകൾക്ക് പുനരുദ്ധാരണം നടത്താൻ, പുതിയ ഫ്ലാറ്റുകൾ ഉൾപ്പെടെ വാങ്ങിക്കാനായിട്ട് ഇവർ സഹായിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിനും അൺഎംപ്ലോയ്മെൻറ്റ് ഇറാഡിക്കേഷൻ പ്രോഗ്രാമിനും സഹായിക്കാറുണ്ട്. അതായത് വ്യവസായ വിപ്ലവത്തിന് ആക്കം കൂട്ടാൻ, അതിനേക്കാൾ ഉപരി അൺഎംപ്ലോയ്മെൻറ്റ് ഇറാഡിക്കേഷൻ പ്രോഗ്രാം, തൊഴിലവസരങ്ങൾ ഇല്ലാത്തവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും ഇവർ സഹായിക്കാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ പറയാവുന്നത് ഹോൾ ഹാർട്ടഡ് ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വിൽ ബി പ്രൊവൈഡഡ്. ഹോൾ ഹാർട്ടായ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഗവൺമെൻറ് നൽകുന്ന എല്ലാ സഹായങ്ങൾക്കും, സംസ്ഥാന ഗവൺമെൻറ് നൽകുന്ന എല്ലാ സഹായങ്ങളും കർഷകർക്ക് എത്തിക്കാനായിട്ട്, അതേപോലെ നമ്മുടെ സംസ്ഥാനത്ത് കോപ്പറേറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റിന് കൂടുതൽ പ്രാധാന്യമുണ്ടാകാൻ, ലക്ഷ്യമുണ്ടാകാൻ, അത് വ്യാപിപ്പിക്കാൻ, ഒരു പുതിയ എക്കണോമിക് ഇറ ഉണ്ടാക്കിയെടുക്കാനൊക്കെ സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. അതിനെന്താ കാരണം? നമുക്കറിയാം, ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് കാർഷിക വൃത്തി വഴിയാണ് വരുമാനം കണ്ടെത്തുന്നതും അവരവരുടെ ജീവിതമാർഗവും മുന്നോട്ട് കൊണ്ടുപോകുന്നതും. അതിനാവശ്യമായ എല്ലാ സപ്പോർട്ടും അവർ നൽകുന്നു എന്നുള്ളതാണ്. ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നോക്കേണ്ടത്. ഇനി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഫോറിൻ കൺട്രീസ് ആണ് അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഫോറിൻ കൺട്രീസ്. അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഫോറിൻ കൺട്രീസ്. ഫോറിൻ കൺട്രീസ്, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഫോറിൻ കൺട്രീസ്. നമുക്കറിയാം, കോപ്പറേഷൻ എന്ന് പറയുന്ന വാക്ക്, സഹകരണം എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നത് വിദേശ രാജ്യങ്ങളാണ്, ഇന്ത്യയല്ല. സഹകരണം എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് വിദേശ രാജ്യങ്ങളാണ്. അതിന് തന്നെ അവർ പറയുന്നത് ബ്രിട്ടനാണ്. നമ്മൾ പറയുന്ന ഗ്രേറ്റ് ബ്രിട്ടൻ, ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ബ്രിട്ടനാണ്, അതായത് യുണൈറ്റഡ് കിങ്ഡം എന്ന പേരിൽ അറിയപ്പെടുന്ന ബ്രിട്ടനാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ബിഗിനിങ്, ആരംഭം കുറിക്കുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ആരംഭം കുറിക്കുന്നത് തന്നെ ബ്രിട്ടനാണ്. ഒരു ഡൗട്ടും വേണ്ട, ബ്രിട്ടനാണ് അങ്ങനെ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് ആരംഭിച്ചത്. ഏത് സമയത്ത്? 18th സെഞ്ച്വറിയുടെ പകുതിയിൽ, ഹാഫ് സെഞ്ച്വറി, 18th സെഞ്ച്വറിയുടെ പകുതിയിൽ, 18ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിലാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടായത്. വ്യവസായ വിപ്ലവം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അതിനോടനുബന്ധിച്ചുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടായത് അതിനോടനുബന്ധിച്ച് വരുന്നൊരു ടോപ്പിക്കാണ് കോപ്പറേറ്റീവ് എന്ന് പറയുന്നത്. 19th സെഞ്ച്വറിയിൽ ജർമ്മനി, 19th സെഞ്ച്വറിയുടെ മിഡിൽ തന്നെ, ഹാഫ് തന്നെ, ആ സമയത്ത് ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഈ പറയാവുന്ന എന്ത് വന്നു? കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വന്നു. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാർഷിക മേഖല അൺപ്രോഫിറ്റബിൾ ആയപ്പോഴാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത്. കാർഷിക മേഖല അൺപ്രോഫിറ്റബിൾ ആകുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ഡയറിങ്, പൗൾട്രി, പിഗറി എന്ന് പറയുന്ന പുതിയൊരു എക്കണോമിക് ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു എക്കണോമിക് സിസ്റ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് എല്ലാവരും കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ ആശ്രയിച്ചത്. അത് കാർഷിക മേഖലയായിരിക്കാം, ഡയറി ആയിരിക്കാം, പൗൾട്രി ആയിരിക്കാം, പിഗറി ആയിരിക്കാം. അങ്ങനെ ഒരു മേഖലയ്ക്ക് പ്രാധാന്യം ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മളിതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. ജപ്പാൻ, സ്വീഡൻ, റഷ്യ, ചൈന, ഇറ്റലി ഇവരൊക്കെ അവരുടെ പുതിയ എക്കണോമിക് സിസ്റ്റമായിട്ട് കോപ്പറേറ്റീവ് മേഖലയെ കണ്ടു, സഹകരണത്തെ കണ്ടു എന്നുള്ളതാണ്. ഏതൊക്കെ രാജ്യങ്ങളാ? ജപ്പാൻ, അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു ബ്രിട്ടൻ, പിന്നെ വന്നത് ഏതാ? ജർമ്മനി, അതിനുശേഷം ജപ്പാൻ, സ്വീഡൻ, റഷ്യ, ചൈന, ഇറ്റലി ഒക്കെ ഇവർ ആരംഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പറയേണ്ടത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് ആരംഭിച്ച രാജ്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്നത് ബ്രിട്ടന് തന്നെയാണ്, ഒരു ഡൗട്ടും വേണ്ട. അത് 1740 മുതൽ തന്നെ അങ്ങനെ ഒരു സിസ്റ്റം ആരംഭിച്ചു എന്ന് പറയുന്നു. 1740 തന്നെ ആരംഭിച്ചു എന്നുള്ളതാണ്. 1760 ഈ നമുക്ക് പറയേണ്ടത് കൺസ്യൂമർ ഗുഡ്സ് അവർ പറയുന്നുണ്ട്, ദ ഹൈക്ക് ഇൻ പ്രൈസ് ഓഫ് എസെൻഷ്യൽസ് കൺസ്യൂമർ ഗുഡ്സ് ആസ് എ റിസൾട്ട് ഓഫ് ക്രൗൺ ലോ.
കരി നിയമങ്ങളുടെ ഭാഗമായിട്ട് എന്തുണ്ടായിരുന്നു? സാധാരണ രീതിയിൽ ഈ അവശ്യ വസ്തുക്കളുടെ വില ഇങ്ങനെ കയറി വന്നു. ഹൈക്ക് ദ പ്രൈസ്. ഹൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വില ഇങ്ങനെ കയറി വന്നുകൊണ്ടിരുന്നു. ആ സമയത്ത് ക്രോൺ മിൽസ് വെർ ഫൗണ്ടഡ് ഓൺ കോപ്പറേറ്റീവ് ബേസിസ് ബൈ ഗവൺമെൻറ് വർക്കേഴ്സ് ഇൻ ദ ഡോക്ക് യാർഡ് ഓഫ് വുൾവിച്ച്. ഡോക്ക് യാർഡ് ഓഫ് വുൾവിച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് എന്തുണ്ടായിരുന്നു? ഈ പറയുന്നവർ എന്ത് ആരംഭിച്ചു? ഗവൺമെൻറ് വർക്കേഴ്സ് ഒക്കെ കൂടി ചേർന്ന് കോപ്പറേറ്റീവ് ബേസിസിൽ മില്ലുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചു. ഇൻ 1775 1775 ബ്രിങ്ങിഹാം ടൈലേഴ്സ് സെറ്റപ്പ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ വേവേഴ്സ് ടൈലേഴ്സ് കൂടി ചേർന്ന് 1775 എന്താരംഭിച്ചു? കോപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിച്ചു എന്നുള്ളതാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി ബിഗിൻ ടു ഷേപ്പ് ആഫ്റ്റർ ദ നൈപ്പോളിക് വാർ ഡ്യൂറിങ് 1803 ആൻഡ് 1840. 1803 മുതൽ 1814 വരെ ഉണ്ടായ ആ യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് കൂടുതൽ ആക്കമുണ്ടായത്, അല്ലെങ്കിൽ മുന്നേറ്റം ഉണ്ടായത്, കൂടുതൽ പ്രാധാന്യം ഉണ്ടായത് എന്ന് പറയാം. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെ കോപ്പറേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഏത് വിദേശ രാജ്യത്താണ് ആദ്യമായിട്ട് ആരംഭിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും ബ്രിട്ടനാണ്. ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഒരു വാചകം, റോബർട്ട് ഓവൻ. റോബർട്ട് ഓവൻ ആണ് ഫാദർ ഓഫ് കോപ്പറേഷൻ. ഫാദർ ഓഫ് കോപ്പറേഷൻ. കോപ്പറേഷൻ സഹകരണത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് റോബർട്ട് ഓവൻ. റോബർട്ട് ഓവൻ ഈസ് ദ ഫാദർ ഓഫ് ഏതാ പറഞ്ഞിരിക്കുന്നത്? കോപ്പറേഷൻ എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് 1771 മുതൽ 1858 വരെ, 88 വയസ്സ് വരെ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. 1771 മുതൽ 1858 വരെയാണ് ഇദ്ദേഹത്തെ ഫാദർ ഓഫ് കോപ്പറേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇദ്ദേഹത്തിൻ്റെ ബോൺ എന്ന് പറയുന്നത്, ജനിക്കുന്നത് 14 മെയ് 1771. 14th മെയ് 1771 ഇദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറയുന്നത്. വളരെ പുവർ ഫാമിലിയിൽ ജനിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. ന്യൂ ടൗൺ എന്ന് പറയുന്ന ഇൻവോൾസ് ഓഫ് ലണ്ടനിലാണ് ജനിച്ചത്, ന്യൂ ടൗൺ എന്ന് പറയുന്ന ഏരിയയിൽ. അതിനുശേഷം ലണ്ടനിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു 10ാം വയസ്സിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 10 വയസ്സ് മുതൽ ഇദ്ദേഹം എന്താണ്? ജോലിക്കാരനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം വയസ്സിൽ വേറൊരു വരുമാനമില്ലാത്തത് കൊണ്ട്, പുവർ ഫാമിലി ആയതുകൊണ്ട് ചൈൽഡ് ലേബർ എന്ന രീതിയിൽ അദ്ദേഹം ഒരു അപ്രൻറ്റീസിയായി ഒരു മില്ലിൽ വർക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്രൻറ്റീസി എന്ന് പറഞ്ഞാൽ നമുക്ക് വാചകം അറിയാം. ഒരു മില്ലിൽ വർക്ക് ചെയ്യുന്നു 10ാം വയസ്സിൽ. 13ാം വയസ്സിൽ അദ്ദേഹം ഒരു ടെക്സ്റ്റൈൽസിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് മാറി. ഒരു വലിയ ടെക്സ്റ്റൈൽസിൻ്റെ, വലിയ ബിസിനസ്സുള്ള വലിയ ടെക്സ്റ്റൈൽസിൻ്റെ ഒരു അസിസ്റ്റൻ്റായിട്ട് 13ാം വയസ്സിൽ അദ്ദേഹം മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതിനുശേഷം അദ്ദേഹം മാഞ്ചസ്റ്ററിലെ ടെക്സ്റ്റൈൽസ് മില്ലിൻ്റെ മാനേജരായും പിന്നീട് മാനുഫാക്ചറായും പിന്നീട് പാർട്ട്ണറായിട്ടും മാറി എന്നുള്ളതാണ്. അങ്ങനെ വലിയൊരു ലൈഫ്, തൻ്റെ ജീവിതം കൊണ്ട് തന്നെ വലിയൊരു നേട്ടമുണ്ടാക്കിയ വ്യക്തി എന്നാണെന്ന് പറയാം. അദ്ദേഹമാണ് ആദ്യമായിട്ട് സ്മോൾ സ്പിന്നിങ് മെഷീൻ കണ്ടെത്തിയത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അദ്ദേഹം പിന്നീട് വലിയൊരു ഫാമിലിയിൽ നിന്ന് കല്യാണം കഴിക്കുകയും ആ വ്യക്തി കല്യാണം കഴിച്ച വൈഫിൻ്റെ അച്ഛൻ വലിയ ബിസിനസ്സുകാരനായിരുന്നു. ആ ബിസിനസ്സുകാരൻ്റെ അടിസ്ഥാനത്തിൽ ആ ബിസിനസ്സിൽ ചേരുകയും പിന്നീട് ആ ഫാദർ മരിക്കുന്ന സമയത്ത് അദ്ദേഹം വലിയ ബിസിനസ്സുകാരനായി മാറുകയും ആ ബിസിനസ്സൊക്കെ ഏറ്റെടുക്കുകയും നേട്ടമുണ്ടാക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ സഹകരണം എന്ന് പറയുന്ന വാക്ക് അദ്ദേഹം കൊണ്ടുവരാനുള്ള കാരണം ഹ്യൂമൻ ആൻഡ് കൈൻഡ് എന്നുള്ള കാര്യമാണ്. മനുഷ്യൻ, ദയ, ഈ 2 വാചകങ്ങൾ, ഹ്യൂമനിറ്റി ആൻഡ് കൈൻഡ്, ഈ 2 കാര്യങ്ങളുടെ ബേസിലാണ് അദ്ദേഹം കോപ്പറേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊണ്ടുവന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഒരു മില്ലിൽ ഇത്ര കാലം വർക്ക് ചെയ്തിട്ടും മാനേജ്മെൻറ്റ് നടത്തിയിട്ടും നടത്തിപ്പുകാരനൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് മനസ്സിലായ കാര്യം, തൊഴിലാളികൾക്ക് സ്ഥാപനത്തോടുണ്ടാകുന്ന പല കാര്യങ്ങളും ബിസിനസ്സിൻ്റെ തകർച്ചയ്ക്ക് കാരണമാണ്. അങ്ങനെ അദ്ദേഹം ആദ്യം പറയുന്നത് ഡിസ്ഹോണസ്റ്റ് ആണ്, സത്യസന്ധമില്ലായ്മ. അതുമാതിരി അദ്ദേഹം പറഞ്ഞത് ലേസി, അതേപോലെ തീവ്സ്, അതുമാതിരി ഡിവോയ്ഡ് ഓഫ് ദി ട്രൂത്ത്,
ഇങ്ങനെ കുറേ കാര്യങ്ങൾ, അതായത് റിലീജിയസ് ഫാക്ടേഴ്സ്, മതപരമായ കാര്യങ്ങൾ. ഇതുകൊണ്ടൊക്കെ വർക്കേഴ്സിനോട് പലപ്പോഴും സ്ഥാപനത്തോട് കമ്മിറ്റ്മെൻറ്റോ ട്രൂത്തോ താല്പര്യങ്ങളോ ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് എന്താ? തൊഴിലാളികളെ ചൂഷണം ചെയ്യുക, തൊഴിലാളികളെ അമിതമായിട്ട് പണിയെടുപ്പിക്കുക, അവരെ ഒരു മെഷീൻ പോലെ കണക്ക് കൂട്ടുക, അവരെ കൊണ്ട് ഒരു സ്ഥാപനത്തിൻ്റെ എല്ലാ നേട്ടങ്ങളും ഉണ്ടാക്കുകയും ആ നേട്ടങ്ങളിൽ നിന്നും അവർക്ക് ഗുണകരമായ ഒരു തരത്തിലുള്ള മെച്ചങ്ങളും ഉണ്ടാകാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തൊഴിലാളികൾ ചെയ്യുക. അവർക്ക് സ്ഥാപനത്തോടോ പ്രവർത്തനത്തിനോടോ മുന്നോട്ട് പോകുന്നതിനോടോ ഒരു കമ്മിറ്റ്മെൻറ്റും ഉണ്ടാകില്ല. അങ്ങനെ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹം ചെയ്തത് 17 മണിക്കൂർ എന്ന് പറയുന്ന ജോലി സമയം 10 മണിക്കൂറായിട്ട് കുറച്ചു. 17 hours reduced to 10 hours. 17 അവർ എന്താക്കി മാറ്റി? അദ്ദേഹം 10 അവറാക്കി മാറ്റി എന്നുള്ളതാണ്. അതേപോലെ ചൈൽഡ് ലേബർ പൂർണ്ണമായിട്ട് നിരോധിച്ചു. ചൈൽഡ് ലേബർ ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിയമപ്രകാരം അത് കുറ്റകരമാണ്. അതേപോലെ ചൈൽഡ് ലേബർ പൂർണ്ണമായിട്ടും ഒഴിവാക്കി അല്ലെങ്കിൽ നിരാകരിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. അതേപോലെ അദ്ദേഹം പറയുന്നത് കോപ്പറേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് സ്കൂൾ പ്രാഥമിക വിദ്യാഭ്യാസത്തിലൂടെ തന്നെ ആരംഭിക്കണമെന്നാണ് റോബർട്ട് ഓവൻ്റെ വാദം. സഹകരണം എന്ന് പറയുന്നത് പ്രൈമറി ലെവൽ എഡ്യൂക്കേഷനോടൊപ്പം തന്നെ ആരംഭിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വാദമായിട്ട് കണക്ക് കൂട്ടേണ്ടത്. അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റ് വൈദഗ്ധ്യം എന്ന് പറയുന്നത് 1800 മുതൽ 1825 വരെയാണ്. ഈ സമയത്താണ് അദ്ദേഹം സ്പില്ലിംഗ് മിൽ ആൻഡ് ദ വില്ലേജ് ഓഫ് ലാൻഡ്മാർക്ക് ബിക്കം മോഡൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് അദ്ദേഹം ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അദ്ദേഹം എന്താ ചെയ്തത്? അതിനുവേണ്ടി അദ്ദേഹം ചെയ്ത കാര്യം, ആദ്യത്തെ ഇൻഫൻറ്റ് സ്കൂൾ ആരംഭിച്ചത് റോബർട്ട് ഓവനാണ്. ഹി ബിഗിൻ ദ ഫസ്റ്റ് ഇൻഫൻറ്റ് സ്കൂൾ ഇൻ ദ വേൾഡ് എന്നാണ്. അതേപോലെ വർക്കിംഗ് മദേഴ്സിന് അവരുടെ കുട്ടികളെ നോക്കുന്നതിന് വേണ്ടി ഈ ബിസിനസ് സ്ഥാപനത്തോട് കൂടി ചേർന്ന് തന്നെ ക്രച്ചസുകൾ രൂപീകരിച്ചത് റോബർട്ട് ഓവനാണ്. അതേപോലെ ഫ്രീ മെഡിക്കൽ കെയർ കൊടുത്തത് റോബർട്ട് ഓവനാണ്. അതേപോലെ കോംപ്രഹെൻസീവ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോർ ദി ചിൽഡ്രൻ, അതായത് കുട്ടികളുടെ ബാലവേല ഒഴിവാക്കുക മാത്രമല്ല ആ കുട്ടികൾക്ക് ആവശ്യമായ ജോലി ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും അവർക്ക് വിദ്യാഭ്യാസം നേടി അതുവഴി നേട്ടമുണ്ടാക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചത് ആ വ്യക്തിയാണ്. അതേപോലെ അഡൾട്ടായ ജോലി ചെയ്യുന്ന ആരോരുമില്ലാത്ത വിദ്യാഭ്യാസം നേടാൻ കഴിവുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്കൊക്കെ ഈവനിങ് ക്ലാസ്സസ് ഉൾപ്പെടെ ആരംഭിച്ചത് റോബർട്ട് ഓവൻ്റെ ഒരു മോഡലാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആദ്യത്തെ ഇൻഫൻറ്റ് സ്കൂള്, അതേപോലെ ക്രച്ചസ് ഫോർ ദി ചൈൽഡ്, ഫോർ വർക്കിംഗ് മദർ, ഫ്രീ മെഡിക്കൽ കെയറുകൾ ആൻഡ് കോംപ്രഹെൻസീവ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോർ ചിൽഡ്രൻ ആൻഡ് ഓൾസോ ഹി വാസ് പ്രൊവൈഡ് ഈവനിങ് ക്ലാസ്സസ് ഫോർ അഡൾട്ട് എന്നുള്ളതാണ്. ഇതിൽ അദ്ദേഹം റോബർട്ട് ഓവൻ അദ്ദേഹത്തിൻ്റെ ഡോക്ട്രൈൻ ഓഫ് പ്രിൻസിപ്പിളിൽ പറയുന്നത്, ഒരു മനുഷ്യനും ജന്മം കൊണ്ട് നല്ലവനോ ചീത്തയോ ആകുന്നില്ല. ഏതൊരു മനുഷ്യനാണെങ്കിലും ജന്മം കൊണ്ട് ഒരു മനുഷ്യൻ നല്ലവനാണോ ചീത്തയാണോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് താഴെ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഒന്ന്, ക്രിയേറ്റ് ബെറ്റർ എൻവയോൺമെൻറ്റ് ഇൻ ദ ഫാക്ടറി. ഒരു ബിസിനസ് സ്ഥാപനത്തിനകത്ത് നല്ല എൻവയോൺമെൻറ്റ്, നല്ല സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. ആ നല്ല എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? നല്ല ടൈം, കൃത്യമായ സമയം, കൃത്യമായ വർക്കിംഗ് കണ്ടീഷൻ, നല്ല ഫാക്ടറി അന്തരീക്ഷം, കാം ആൻഡ് ക്വയറ്റ് അന്തരീക്ഷം, നല്ല മെഷീനറീസ്, നല്ല മാനേജ്മെൻറ്റ്, നല്ല സപ്പോർട്ടീവ്, നല്ല സൂപ്പർവൈസർ, അങ്ങനെ ഫാക്ടറിയുടെ അന്തരീക്ഷം മുഴുവൻ നല്ല രീതിയിലായിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരുപാട് ഹീറ്റില്ലാത്ത, ഒരുപാട് രീതിയില്ലാത്ത ഒരു നല്ല സിസ്റ്റം ആയിരിക്കണം എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നു എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് ഇംപ്രൂവ്ഡ് ദ വർക്കിംഗ് കണ്ടീഷൻ. ഒരു സ്ഥാപനത്തിനും ഒറ്റയടിക്ക് വർക്കിംഗ് കണ്ടീഷൻ വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ ക്രമാനുഗതമായിട്ട് കുറേശ്ശെയായിട്ട് എല്ലാ സ്ഥാപനങ്ങളും അവരവരുടെ വർക്കിംഗ് കണ്ടീഷൻ ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നിർദ്ദേശം. റേസ്ഡ് ദ വേജസ് ഓഫ് ലേബേഴ്സ്. സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൂടുന്നതിനനുസരിച്ച്, പെർഫോമൻസ് കൂടുന്നതിനനുസരിച്ച്, പ്രോഫിറ്റ് കൂടുന്നതിനനുസരിച്ച്, വരുമാനം കൂടുന്നതിനനുസരിച്ച് തൊഴിലാളികൾക്ക് ആനുപാതികമായിട്ടുള്ള വർധനവ് അവരുടെ വേജസിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. ആൻഡ് റെഡ്യൂസ്ഡ് വർക്കിംഗ് അവേഴ്സ്. അവരെ മെഷീൻ പോലെ പണിയെടുപ്പിക്കാതെ, 24 മണിക്കൂർ ഉണ്ടെങ്കിൽ 20 മണിക്കൂർ പണിയെടുപ്പിക്കുക, 18 മണിക്കൂർ പണിയെടുപ്പിക്കുക, അങ്ങനെ ബലമായിട്ട് പണിയെടുപ്പിക്കുന്ന രീതി ഒഴിവാക്കി അവർക്ക് ന്യായമായ ഒരു സമയത്ത് പണിയെടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
ആൻഡ് സ്റ്റോപ്പ്ഡ് ചൈൽഡ് ലേബർ. ഒരു കാരണവശാലും ചൈൽഡ് ലേബറിന് പ്രാധാന്യം കൊടുക്കാൻ പാടില്ല, ചൈൽഡ് ലേബർ ഒഴിവാക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നു. ഇംപ്രൂവ്ഡ് ഹെയറിംഗ് ഫെസിലിറ്റീസ് ഓഫ് വർക്കേഴ്സ്. വർക്കേഴ്സിൻ്റെ എന്ത് വേണം? ജീവിത ഹൗസിംഗ് ഫെസിലിറ്റീസ് ഒക്കെ വർദ്ധിപ്പിക്കണം. അവർക്ക് ആവശ്യമായ ക്വാർട്ടേഴ്സ്, ഫ്ലാറ്റുകൾ, റൂമുകൾ, അതുമാതിരി ലോണുകൾ ഉൾപ്പെടെ കൊടുത്ത് അവരുടെ ഹൗസിംഗ് ഫെസിലിറ്റീസ് വർദ്ധിപ്പിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. പ്രൊവൈഡഡ് ഹോൾഡ് സർവീസ് ഫുഡ് അറ്റ് ലോ കോസ്റ്റ്. അവർ വർക്കിംഗ് അവേഴ്സിൽ സ്ഥാപനത്തിനകത്ത് തന്നെ ലോ കോസ്റ്റിന് ഫുഡ് കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ ഫുഡ് കൊടുക്കുന്ന മേഖലയെ നമ്മൾ പറയുന്ന പേരാണ് ക്യാൻറ്റീൻ. സാധാരണ രീതിയിൽ ഏത് ബിസിനസ് സ്ഥാപനത്തിലും വർക്ക് ചെയ്യുന്ന ക്യാൻറ്റീനിലുള്ള ആ ഫുഡ് ഐറ്റത്തിൻ്റെ വില വളരെ കുറവായിരിക്കും. അങ്ങനെ ആക്കിയെടുക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. സ്റ്റാർട്ടഡ് ക്രച്ച് ഫോർ ബേബീസ് ഓഫ് വർക്കിംഗ് മദർ. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, വർക്കിംഗ് മദർ ഉള്ള മേഖലകളിലൊക്കെ അവരുടെ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്ക്രച്ചസ് ഉണ്ടാക്കണം എന്ന് അദ്ദേഹം പറയുന്നു എന്നുള്ളതാണ്. ഇതിനു വേണ്ടി ഈ റോബർട്ട് ഓവൻ കുറേ എക്സ്പെരിമെൻ്റ് നടത്തി. അതിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി സൊസൈറ്റികളാണ്. ആ സൊസൈറ്റികളുടെ പേര് തന്നെ ഫ്രണ്ട്ലി സൊസൈറ്റികളാണ്. ഈ ഫ്രണ്ട്ലി സൊസൈറ്റികളുടെ പ്രത്യേകത എന്താ? പവർട്ടി ഇറാഡിക്കേഷന് വേണ്ടി, അതായത് ദാരിദ്ര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി സഹകരണ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം തുടർന്ന് ഫ്രണ്ട്ലി സൊസൈറ്റിയാണ്. 18th സെഞ്ച്വറിയുടെ എൻഡിലാണ് അദ്ദേഹം ആദ്യമായിട്ട് അങ്ങനെ ഒരു സൊസൈറ്റി മൂവ്മെൻറ്റ് ആരംഭിച്ചത്. 1793 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഫ്രണ്ട്ലി സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ഒരു നിയമം തന്നെ പാസ്സാക്കി 1793. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പവർ ഇറാഡിക്കേഷനാണ്. പവർ ഇറാഡിക്കേഷൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് പരമാവധി ദാരിദ്ര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി സഹകരണ മേഖലയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് കണക്ക് കൂട്ടേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരുപാട് പ്രോജക്റ്റുകളും സിസ്റ്റമൊക്കെ ഈ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിലൂടെ നടപ്പാക്കി. പക്ഷെ അത് അത്ര അങ്ങോട്ട് വിജയിച്ചില്ല എന്ന് പറയുന്നു. രണ്ടാമത് അദ്ദേഹം കൊണ്ടുവന്നത് ലേബർ കോളനീസ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. അതും റോബർട്ട് ഓവൻ്റെ പ്രൊജക്റ്റാണ്. വില്ലേജസ് ഓഫ് കോപ്പറേഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞ പേര് തന്നെ. അതായത് ഗ്രാമങ്ങളെ, കോളനികളെ സഹകരണ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. എ സ്കീം ഫോർ ദി പുവർ എന്ന് അദ്ദേഹം അതിന് ഓമന പേരിട്ട് വിളിച്ചു. ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളനികളിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക. കാർഷിക ഗ്രാമവികസനത്തിന് വേണ്ടി കോളനികളിൽ എന്നുണ്ടാകുക? ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക. അവിടെ ആരെ ഒഴിവാക്കുക? വി ഹാവ് ടു എലിമിനേറ്റ് ദ മിഡിൽ മാൻ. ഇവരുടെ ഇടനിലക്കാരായി നിൽക്കുന്ന മിഡിൽ മാനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് കൂടുതൽ വില്ലേജസ് ഉണ്ടാകുക. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് ഹൗസ് കീപ്പിംഗ്. അതാണ് ആദ്യത്തെ. ഒന്ന്, ലാൻഡ് വാസ് ഓൺ കളക്റ്റീവ്ലി ടു പ്രൊവൈഡ്. ഈ കോളനിയുടെ ലാൻഡൊക്കെ ഒരുമിച്ചാണ് അവർ നോക്കേണ്ടത്. രണ്ട്, കോപ്പറേറ്റീവ് ഹൗസ് കീപ്പിംഗ് ഉണ്ടാകണം. കോമൺ കിച്ചൺ ഉണ്ടാകണം. അതുപോലെ അദ്ദേഹം പറഞ്ഞൊരു വാചകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനിങ് റൂംസ് ഉണ്ടാകണം, ലെക്ചറർ റൂംസ് ഉണ്ടാകണം, സ്കൂൾസ് ഉണ്ടാകണം, ലൈബ്രറീസ് ഉണ്ടാകണം, വർക്ക് ഷോപ്പ് ഉണ്ടാകണം, അതേപോലെ സൾട്ടർ ഹൗസുകൾ ഉണ്ടാകണം, സ്റ്റോർ റൂം ഉണ്ടാകണം. അതിനേക്കാളുപരി നല്ല റെസിഡൻഷ്യൽ, പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഉണ്ടാകണം. അതായത് ഒരു കോളനിയെ മുഴുവൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമാക്കി മാറ്റി സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് അദ്ദേഹം വില്ലേജ് ഓഫ് കോപ്പറേഷൻ എന്ന രീതിയിൽ രണ്ടാമത്തെ ലേബർ കോളനികൾ സ്ഥാപിക്കണം എന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ കാര്യം കോമൺ ഷെയറിംഗ് ഓഫ് ദി ഫ്രൂട്ട്സ് ഓഫ് കളക്റ്റീവ് ലേബർ. അതായത് ഒരുമിച്ച് കിട്ടുന്ന നേട്ടം മുഴുവൻ എല്ലാവരും വീതിച്ച് എടുക്കണം. നമുക്ക് നേട്ടം ഉണ്ടാകുന്നത് ഒരുമിച്ചാണ്, ഒരു ഗ്രൂപ്പിനാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അങ്ങനെയാണല്ലോ. നേട്ടമുണ്ടാകുന്നത് ഒരുമിച്ചാണെങ്കിൽ ഒരു കുടുംബം പോലെ ജീവിക്കുകയും ആ നേട്ടം എല്ലാവരും ഈക്വലായിട്ട് വീതിക്കുകയും ചെയ്യണം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഹീ ടു റീപ്ലേസ് ദ ഓൾഡ് ഇമ്മോറൽ വേൾഡ് ബൈ എ ന്യൂ മോറൽ വേൾഡ്. അദ്ദേഹം പറയുന്നത് ഓൾഡ് ഇമ്മോറൽ വേൾഡിൽ നിന്നും നമ്മൾ ന്യൂ മോറൽ വേൾഡിലേക്ക് മാറുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കോളനി തന്നെ ഓർബിറ്റ്സൺ ബൈ ഓവനാണ്. ഓർബിറ്റ്സൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കോളനി സ്ഥാപിക്കുന്നത്. രണ്ടാമത്തെ കോളനി ന്യൂ ഹാർമണി USA 1825 അദ്ദേഹം സ്ഥാപിച്ചത്. 25 to 27 1825 മുതൽ 27 വരെയുള്ള കാലഘട്ടത്തിൽ ന്യൂ ഹാർമണിയിലാണ്.
ക്യൂൻ വുഡിൽ 1839 മുതൽ 45 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത കോളനി സ്ഥാപിച്ചു. അപ്പോൾ കോളനികൾക്ക് മുഴുവൻ പൊതുവായി ലാൻഡ് ഉണ്ടാവുകയും പൊതുവായിട്ട് ഹൗസിംഗ് ഫെസിലിറ്റി ഉണ്ടാവുകയും ഡൈനിങ് ഹാൾ ഉണ്ടാവുകയും ലൈബ്രറി ഉണ്ടാവുകയും ലെക്ചർ റൂം ഉണ്ടാവുകയും ഫുഡ് ഐറ്റംസ് ഉണ്ടാവുകയും അതിനേക്കാൾ ഉപരി ഒരുമിച്ച് ഉണ്ടാകുന്ന നേട്ടം വീതിച്ചെടുക്കുന്ന ഒരു സംസ്കാരം ഉണ്ടാക്കുകയും വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് ഫെയിൽഡ് ആകാനുള്ള കാരണം ഒന്ന് മിസ്മാനേജ്മെൻറ്റ്, ഇതിലെ നടത്തിപ്പിലുണ്ടായ മിസ്മാനേജ്മെൻ്റ് ആണ് ഇത് ഫെയിൽഡ് ആകാനുണ്ടായ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്. അതേപോലെ ഇന്നാഡിക്വേറ്റ് ക്യാപിറ്റൽ, ഇത് നടപ്പാക്കുന്നതിന് ആവശ്യമായ മൂലധനം ഉണ്ടായില്ല എന്നുള്ളതും ഇത് തകരാനുള്ള വലിയൊരു കാരണമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. ആൻഡ് അൺസ്യൂട്ടബിൾ കോളനിസ്റ്റ്, നമ്മൾ പറയേണ്ടത് എന്താ, എല്ലാ കോളനികളും ഇതിന് സ്യൂട്ടബിൾ ആയില്ല. ഒരുപക്ഷെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ചോ കോപ്പറേറ്റീവ് തിയറിയെക്കുറിച്ചോ അതിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചോ അറിയാത്ത കോളനികളായതുകൊണ്ട് തന്നെ ഇത് വിജയിക്കാനായിട്ട് പലപ്പോഴും ബുദ്ധിമുട്ടായിരുന്നു, പുവർ സൈറ്റുകളായിരുന്നു. അതിനേക്കാളുപരി ലാർജ് പ്രൊഡക്ഷൻ യൂണിറ്റുകളും മാർക്കറ്റുകളും ഉണ്ടാക്കാൻ സാധിച്ചില്ല. ലാക്ക് ഓഫ് ലാർജ് പ്രൊഡക്ഷൻ യൂണിറ്റ് ആൻഡ് മാർക്കറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു പോരായ്മയാണ്. ലിമിറ്റേഷൻ ഓൺ ഇൻഡിവിജ്വൽ ഫ്രീഡം. പിന്നെ ഈ സൊസൈറ്റികളുടെ പ്രത്യേകത ഇൻഡിവിജ്വൽ ഫ്രീഡത്തിന് തീരെ പ്രാധാന്യം കൊടുക്കാത്ത സൊസൈറ്റികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സൊസൈറ്റികൾ വിജയിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ പറയേണ്ടത് പക്ഷേ ഈ കോളനികളാണ് കോർപ്പറേഷൻ എന്ന് പറയുന്നതിൻ്റെ സീഡായിട്ട് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. കോർപ്പറേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ വിത്ത് അല്ലെങ്കിൽ സീഡ് എന്ന് പറയുന്നത് ഈ കോളനികളാണ്. ഇവിടെ നിന്നാണ് നമ്മൾ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇംഗ്ലണ്ട് ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് മാറിയത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് കണക്ക് കൂട്ടേണ്ടത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ലേബർ എക്സ്ചേഞ്ചുകളാണ്. റോബർട്ട് ഓവൻ്റെ അടുത്തൊരു ടേം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സ്കീം ഓഫ് ഈക്വിറ്റബിൾ ലേബർ എക്സ്ചേഞ്ച് വിത്ത് എ വ്യൂ ടു റീസ്റ്റോർ ദ ഹോൾ വാല്യൂ ഓഫ് ലേബർ ടു ദി ലേബറർ. തൊഴിലാളികളുടെ ഗ്രൂപ്പുകൾ ഈക്വിറ്റബിൾ എക്സ്ചേഞ്ചുകൾ ഉണ്ടാക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. 1883 നാഷണൽ ഈക്വിറ്റബിൾ ലേബർ എക്സ്ചേഞ്ച് ലണ്ടനിൽ സ്ഥാപിച്ചു എന്ന് പറയാം. ഇതിൻ്റെ സ്കീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡ്യൂസറും കൺസ്യൂമറും തമ്മിൽ പരസ്പരം ഗുഡ്സും സർവീസും കമോഡിറ്റിയും എക്സ്ചേഞ്ച് ചെയ്യും. അതായത് കസ്റ്റമർ പ്രൊഡ്യൂസർ ഇവർ തമ്മിൽ എന്തുണ്ടാകണം, കമോഡിറ്റീസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് കണക്ക് കൂട്ടേണ്ടത്. അപ്പോൾ ആ പ്രത്യേകതയുടെ അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിൻ്റെ മോഡലിൽ നമുക്ക് പറയാവുന്നത് എന്താ, ഈ എക്സ്ചേഞ്ചുകൾ വഴി നമുക്ക് പരമാവധി സേവനങ്ങളാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും കൊടുക്കാനായിട്ട് സാധിക്കും. പ്രൊഡ്യൂസറും കൺസ്യൂമർ എക്സ്ചേഞ്ചുകൾ നടത്തുമ്പോൾ അതൊരു ബാർട്ടർ സിസ്റ്റം പോലെ നമുക്ക് കണക്ക് കൂട്ടാം എന്നുള്ളതാണ്. എത്രയാണ് വർക്കേഴ്സ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ലേബർ എക്സ്ചേഞ്ച് കോളനികൾ അദ്ദേഹം സ്ഥാപിച്ചത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഇത് ഫെയിൽഡ് ആകാനുള്ള കാരണം ഒന്ന്, ഈ വർക്കേഴ്സ് എന്ന് പറയുന്നവർ ഇതിൻ്റെ റിയാലിറ്റിയിൽ ഈ സെൻസ് മനസ്സിലാക്കിയില്ല. റോബർട്ട് ഓവൻ പറഞ്ഞ കോർപ്പറേഷൻ എന്ന് പറയുന്ന റിയാലിറ്റിയിൽ വർക്കേഴ്സ് ഇത് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് ഈ മേഖല തകരാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്. അതേപോലെ പലപ്പോഴും ക്രെഡിറ്റ് പർച്ചേസസും ഇൻക്രീസ്ഡ് ഡെറ്റും ഇതിനെ ബാധിച്ചു. കടമായിട്ട് സാധനങ്ങൾ വാങ്ങുക, ക്രെഡിറ്റ് പർച്ചേസ്, ഇൻക്രീസ്ഡ് ഡെറ്റ്, കടം കുമിഞ്ഞു കൂടലും ഈ സിസ്റ്റത്തെ ബാധിച്ചു എന്നുള്ളതാണ്. അതേപോലെ പലപ്പോഴും കമോഡിറ്റി എക്സ്ചേഞ്ച് ചെയ്തത് ഇൻറ്റേർണൽ മാർക്കറ്റ് റേറ്റിനേക്കാളും ലെസ്സിനാണ്. കമോഡിറ്റി എക്സ്ചേഞ്ച് ചെയ്തത് എന്താണോ മാർക്കറ്റിൻ്റെ റേറ്റ് അതിനേക്കാളും കുറവ് പ്രൈസിന് കമോഡിറ്റി എക്സ്ചേഞ്ച് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രൈവറ്റ് ട്രേഡിംഗ് പോലെയായി, അത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ എതിരായി, വിഘാതമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ പറയാവുന്നത് അതേപോലെ നമ്മൾ പറയേണ്ടത് ഇലിറ്ററസി ആൻഡ് ലാക്ക് ഓഫ് നോളജ്. സഹകരണത്തെക്കുറിച്ചോ സഹകരണ നയങ്ങളെക്കുറിച്ചോ സഹകരണ തത്വങ്ങളെക്കുറിച്ചോ സഹകരണ രീതികളെക്കുറിച്ചോ ഒന്നും ഈ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ഈ പറയുന്ന വർക്കേഴ്സിന് ലേബേഴ്സിന് അറിയില്ലായിരുന്നു. പലപ്പോഴും വിദ്യാഭ്യാസമില്ലാത്തവരായിരുന്നു ലേബേഴ്സ്. അതുകൊണ്ട് തന്നെ ഈ നിയമങ്ങൾ, തത്വങ്ങൾ അല്ലെങ്കിൽ റോബർട്ട് ഓവൻ എന്ന് പറയുന്ന വലിയ വ്യക്തി വെച്ച കാഴ്ചപ്പാടുകൾ എന്താണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പിന്നെ ഒരു കാരണം എന്ന് പറയുന്നത് റോബർട്ട് ഓവൻ്റെ ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം നടപ്പാക്കുന്ന എല്ലാ കാര്യങ്ങളും 100% വിജയിക്കും, നേട്ടമുണ്ടാകും എന്നുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന പോലെ വർക്കേഴ്സും ഈ സൊസൈറ്റികളൊക്കെ പ്രവർത്തിക്കും എന്നുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് ഈ സൊസൈറ്റിയെ നശിപ്പിക്കാനുണ്ടായ വേറൊരു കാരണം എന്ന് പറയുന്നു. പിന്നീട് അദ്ദേഹം മുന്നോട്ട് വെച്ച ചില തത്വങ്ങളുണ്ട്.
ഒന്ന്, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു വളണ്ടറി അസോസിയേഷൻ ആയിരിക്കണം. 2, കോമൺ ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആയിരിക്കണം. അതായത് ഏത് പ്രൊഡക്ഷൻ പ്രോസസ്സ് നടന്നാലും അത് കോമൺ ഓണർഷിപ്പ് ആയിരിക്കണം. 3, പ്രൈവറ്റ് പ്രോഫിറ്റ് നമ്മൾ അബോർഷൻ നടത്തണം. ദാറ്റ് മീൻസ് പ്രൈവറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. പ്രോഫിറ്റ് കോമൺ ആയിരിക്കണം, നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. 4, ഇമ്പോർട്ടൻസ് ഓഫ് മാൻ ഓവർ മെഷീൻ. മനുഷ്യനെ ഒരിക്കലും മെഷീനായിട്ട് കണക്ക് കൂട്ടാൻ പാടില്ല. മെഷീനേക്കാളും പ്രാധാന്യം മനുഷ്യനായിരിക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. യൂട്ടിലൈസേഷൻ ഓഫ് ദി വെൽത്ത് ഓഫ് ദി കമ്മ്യൂണിറ്റി. പിന്നെ സമൂഹത്തിലുണ്ടാകുന്ന പണത്തിൻ്റെ കുമിഞ്ഞുകൂടൽ സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കണം. അതായത് വ്യക്തികൾ അധിഷ്ഠിതമായി പണം കുമിഞ്ഞുകൂടാനോ പണം ഉപയോഗിക്കാനോ പാടില്ല. പകരം എന്തുണ്ടായിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ പണം എന്ന് പറയുന്നത് എങ്ങനെ ഉപയോഗിക്കണം? ഈ പറയുന്ന രീതിയിൽ ഉപയോഗിക്കണം. കോമൺ ഫണ്ടായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ അദ്ദേഹം പറയുന്നത് എഡ്യൂക്കേഷൻ വഴി കോർപ്പറേഷനെ കുറിച്ചും അതിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ചും പബ്ലിക്കിനെ അറിയിക്കണം. എഡ്യൂക്കേഷൻ വഴി കോർപ്പറേഷനെ കുറിച്ചും മൂവ്മെൻറ്റിനെ കുറിച്ചും പബ്ലിക്കിനെ അറിയിക്കണം എന്നുള്ളതായിരുന്നു റോബർട്ട് ഓവൻ്റെ തത്വങ്ങളായിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചത് എന്ന് നമുക്ക് കണക്ക് കൂട്ടേണ്ടി വരും. പിന്നെ നമുക്കൊരു വ്യക്തിയുടെയും കൂടി നോക്കി നിർത്താം. ഡോക്ടർ വില്യം കിങ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ റോബർട്ട് ഓവന് തുല്യമായിട്ട് തന്നെ സഹകരണ മേഖലയ്ക്ക് കോർപ്പറേഷന് പ്രാധാന്യം കൊടുത്തത് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ബ്രൈറ്റണിൽ 1827 ആദ്യത്തെ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആരംഭിച്ചത്. 2 കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുകൾ അദ്ദേഹം നടത്തി. പക്ഷേ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുകളിൽ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം വരാതിരിക്കാനുള്ളൊരു കാരണം റോബർട്ട് ഓവൻ ഒരിക്കലും കാസ്റ്റ് ബേസ്ഡ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. കാസ്റ്റ് എന്ന് പറയുന്ന ജാതി, മതം, വർണ്ണം വിവേചനമൊന്നും റോബർട്ട് ഓവൻ കണക്ക് കൂട്ടിയില്ല. പക്ഷേ വില്യം കിങ്ങിൻ്റെ പ്രത്യേകത അദ്ദേഹം ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന വാക്കിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്ന കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം വിജയിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത റോബർട്ട് ഓവനെ പോലെ അതേ തത്തുല്യമായ സമയത്ത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് പ്രവർത്തിച്ച വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത് ഈ ജാതിപരമായ ആശയമായിരുന്നു. അതായത് എല്ലാ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെയും വിജയിക്കണമെങ്കിൽ റിലീജിയസ് വേണം, ക്രിസ്ത്യാനിറ്റി വേണം എന്നൊരു കൺസെപ്റ്റിൽ അധിഷ്ഠിതമായി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പൾസും ഒക്കെ കൊണ്ടുവന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൾ തകരുകയാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വില്യം കിങ്ങിൻ്റെ അധികം തിയറീസോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റുകളോ ഒന്നും മാർക്കറ്റിന് അടിസ്ഥാനത്തിൽ വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഓക്കെ. ഫൈക്കോ അക്കാദമി, ഫസ്റ്റ് ഫ്ലോർ, PV കോംപ്ലക്സ്, സിവിൽ ലൈൻ റോഡ്, വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഫോൺ 9946 999 460, 9946 999 461.